നമസ്കാരം. താനെപ്പോഴും ജനകീയമായ വിഷയങ്ങളാണ് എല്ലാവരുടെയും മുന്നിൽ ഉന്നയിക്കുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവൃത്തികളിൽ അന്വേഷണം നടത്തേണ്ടത് തൻ്റെ കൂടി ആവശ്യകതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് PV അൻവർ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്നത്. അതിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല. ചില ഉദ്യോഗസ്ഥർ വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും അട്ടിമറിക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണ്. അവർക്ക് പല ദുരൂഹമായ ഇടപാടുകളുമുണ്ട്. താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്നും നിന്നിട്ടുള്ളത്, നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത്, മഹാഭൂരിപക്ഷം ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാണ് എന്ന കാര്യവും അൻവർ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ കൈയും വെട്ടും കാലും വെട്ടും എന്നുള്ള കഴിഞ്ഞ ദിവസം നടന്ന കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ടും അൻവർ പ്രതികരിച്ചു. തൻ്റെ കാല് വെട്ടിക്കോളൂ, കൈ വെട്ടിക്കോളൂ, ഒരു വീൽചെയറുമായി താൻ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങേണ്ടി വരും തനിക്ക്, എന്നാലും താൻ ഇതിൽ നിന്ന് പിന്മാറില്ല, ഇതിൻ്റെ അവസാനം കാണാതെ താൻ പിന്മാറില്ല, എല്ലാവരെയും പൂട്ടും എന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ. ഒപ്പം തന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരും, എന്നാലേ തന്നെ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം താൻ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങും, വീൽചെയറിൽ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിശയോക്തിയും ആലങ്കാരികതയും ഒക്കെ കലർത്തിക്കൊണ്ടാണ് അൻവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം വനം വകുപ്പ് 70% വനമുള്ള പ്രദേശമാണ് നിലമ്പൂർ. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അവിടെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു, വന്യമൃഗങ്ങൾക്ക് വേണ്ട ഒരു സൗകര്യവും വനങ്ങളിൽ ഇല്ല, വനത്തിൽ കെട്ടിടങ്ങൾ വച്ച് പിടിപ്പിക്കുകയാണ്, ധാർഷ്ട്യം പിടിച്ച കുറേ ഉദ്യോഗസ്ഥരാണ് വനം വകുപ്പിനെ ഭരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ താൻ വനം മന്ത്രിയോട് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിലൊന്നും ഇടപെട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനങ്ങൾ ആണ് തൻ്റെ ഒപ്പം നിൽക്കേണ്ടത്, തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾ ഒപ്പമില്ലേ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അൻവർ. അതിനൊക്കെ ചിലർ മറുപടിയും കയ്യടിയും ഒക്കെ നടക്കുന്നുണ്ട്. വലിയ ജനാവലിയാണ് ഈ രാത്രിയിലും അൻവറിൻ്റെ ഈ രാഷ്ട്രീയ വിശദീകരണം കേൾക്കാനായി ചന്തക്കുന്ന് പ്രദേശത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ പലരും ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമീപ ജില്ലകളിൽ നിന്ന് വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ അൻവറിൻ്റെ വിശദീകരണം കേൾക്കാൻ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനകം താൻ തെളിവ് തരാം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും തരാം, അതാരാണ് അട്ടിമറിച്ചത് എന്ന് തനിക്കറിയാം തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെയും ശക്തമായി വിമർശിച്ചു. EN മോഹൻദാസും മുൻ മലപ്പുറം SP സുജിത് ദാസും തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തേനൊഴുകുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസരൂപേണയുള്ള കാര്യങ്ങളാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധങ്ങളെ പറ്റിയൊക്കെ തനിക്കറിയാം, താൻ നാളെ രാവിലെ വരെ പറഞ്ഞാലും അതൊന്നും തീരില്ല, പക്ഷേ അതൊക്കെ താൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെ ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട വിശദീകരണം കോഴിക്കോട്ട് വച്ച് നൽകാം എന്നുള്ള കാര്യവും അൻവർ ചൂണ്ടിക്കാട്ടി.